അത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് അവര് എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ കാണാതെ പഠിക്കുമ്പോൾ, അതായത് നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ കാണാതെ പഠിക്കുക, കുറെ വാചകങ്ങൾ ഇങ്ങനെ പഠിക്കുക കാണാതെ. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലോ, എന്തൊരു വല്ലാത്തൊരു മെനക്കെട് പിടിച്ച പണിയാന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് ബോറടിക്കും, അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിനോടുള്ള ഇഷ്ടം പോവും. അപ്പൊ അത് പോവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പഠിക്കുക എന്ന് പറയുന്ന സാധനത്തിന്റെ അളവ് കുറവായിരിക്കും. അത് അളവ് കുറയ്ക്കാനുള്ള മാർഗം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചില വാക്കുകള്, പദങ്ങള്, അതൊക്കെയാണ് വാക്കുകള്, അതുപോലെ ചില വാചകങ്ങള്, ചില സംഖ്യകള്, അതൊക്കെയാണ് നമ്മൾ കാണാതെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കല, സയൻസ് പ്രത്യേകിച്ച്. അപ്പൊ ഈ മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടാ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരിക. ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ബേസ് കേട്ടാ. ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കാം. വേറെ നിങ്ങൾ ലേബറിന്റെ ഒക്കെ വേണമെങ്കിൽ മേടിച്ചോ, അതൊന്നും വേണ്ട, അതൊന്നും ഞാൻ പറയില്ല. പക്ഷെ ലേബറിന്ത്യയിലത്തെ ചോദ്യങ്ങൾ മാത്രം നോക്കാൻ പാടുള്ളൂ. ഉത്തരങ്ങൾ എവിടത്തെ നോക്കുക? ഉത്തരങ്ങൾ എവിടെ നോക്കണം? ടെക്സ്റ്റ്. എന്നിട്ട് വേണമെങ്കിൽ ലേബർ ഇന്ത്യയിൽ നോക്കിയിട്ട് നമുക്കത് ശരിയാണോ, നമ്മൾ പറയണത് ശരിയാണോ നോക്കാം. പക്ഷെ ലേബർ ഇന്ത്യയിൽ വാചകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും നീട്ടി വലിച്ചിട്ടേ. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഇരുന്ന് കാണാതെ ഇങ്ങനെ പഠിക്കണം. ടെക്സ്റ്റ് അവർ തുറക്കേയില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് മാർക്ക് കുറവാ കിട്ടാറ് കേട്ടാ. മാർക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ ടെക്സ്റ്റിന്റെ എല്ലാ വരിയും നമുക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മാർക്ക് കിട്ടും കേട്ടാ. കാരണം ടെക്സ്റ്റിന്റെ പുറത്തുനിന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഈ ലേബർ ഇന്ത്യ പോലുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കുറെ എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിലത്തെ കാര്യങ്ങൾ തന്നെ അവരുടെ രീതിയിൽ അവർ പറയുക. അത് പണി കൂടുതലാണ് നമുക്ക്. ഇവിടെ ലഘൂകരിച്ച് പറയുന്ന സാധനം കുറെ അവരിപ്പോ വിവരം, ഇപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാചകങ്ങളായിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങായിട്ട് ഒരുപാടുണ്ടാവും. അത് ഇല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനെക്കാട്ടി ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ നിന്നിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ വാചകങ്ങള് കാര്യങ്ങളൊന്നും അധികം പറയില്ല. വാചകം കുറെ ഉണ്ടാവും. ഈ വാചകമൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക നിൽക്കാന്ന് വെച്ചോ. ഞാനിപ്പോ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഓരോ വാചകവും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിങ്ങനെ എഴുതി എടുത്തിട്ട് കാണാതെ പഠിക്കുക. വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്, അല്ലേ? അതാണ് വേണ്ടത്. അത്രേ വേണ്ടോ. അപ്പൊ നിങ്ങളത് ശീലിക്കണം. നമ്മൾ 9ലും 10ലും ഒക്കെ എത്തുമ്പോൾ അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് പണി കൂടും. നമ്മൾ അയ്യോ എനിക്ക് ഒന്നും വയ്യ പഠിക്കാന്ന് പറയും നമ്മൾ കേട്ടാ. അപ്പോ ഞാൻ ആ പുസ്തകങ്ങളിലേക്ക്, അതാണ് ഈ പുസ്തക വായന എന്ന് പറയുന്ന പരിപാടി നമ്മൾ നടത്തുന്നത്. പുസ്തക വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നം വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുസ്തക വായന നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടാ. ഓക്കെ. 81ാമത്തെ പേജ്. 81 ഇതിന്റെ പേജ് വ്യത്യാസമില്ലേ? മോശം 117. ആ തന്നെ. വെരി ഗുഡ്. പിന്നെ എവിടെ പഠിപ്പിക്കുമ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. അത് ഇവിടെ മാത്രമല്ല, സ്കൂളിലും അതെ. ടീച്ചർ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കണം. ആ നേരത്തെ ഇരുന്ന് വർത്താനം പറയുന്നത്. അപ്പൊ തന്നെ പകുതി പഠിപ്പ് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നാൽ ഒന്ന് മറിച്ച് നോക്കുക വേണ്ടോ? പിന്നെ ചില കുട്ടികൾ സ്കൂളിൽ ടീച്ചർ എടുക്കുന്നത് ശ്രദ്ധിക്കുകയില്ല. ഇവിടെയും പറയണത് ശ്രദ്ധിക്കില്ല. എന്നിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വായിച്ചാൽ വല്ലതും ഉണ്ടാ മനസ്സിലാവണം. അതാണ് അതിന്റെ കുഴപ്പം. അപ്പോ സ്പീഡ് നമ്മൾ പറഞ്ഞു, യൂണിഫോം സ്പീഡ് പറഞ്ഞു. സ്പീഡ് വെലോസിറ്റി, ഇത് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. കണ്ട, ഒബ്സർവ് ദ ഫിഗർ ഷോവിങ് ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ബൈ എ കാർ ഡ്യൂറിങ് ഡിഫറെന്റ് ടൈം ഇന്റർവെൽസ്. കാറിൽ യാത്ര ചെയ്യാണ്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ സമയങ്ങള്, ടൈം ഇന്റർവെൽസിലാണ് കാറിൽ യാത്ര ചെയ്യുന്നത്. അപ്പോ ആ യാത്ര നിങ്ങളൊന്ന് നോക്കി നോക്കൂ എന്ന് ഞാൻ പറയാം. നിങ്ങൾക്കത് ആ ചിത്രം കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണ്ട? ചിത്രത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഒന്ന് പറയാം. ചിത്രത്തിൽ നോക്കൂ. 0s എന്ന് പറഞ്ഞ 0 സെക്കൻഡ്, അതിന്റെ അടിയിൽ എന്ന് പറയുന്നത് കണ്ട.
അത് കണ്ട നിങ്ങള്, അതായത് 0 സെക്കൻഡിൽ ഈ കാറ് എ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതായത് യാത്ര 0 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാറ് സ്റ്റാർട്ട് ആക്കിയിട്ട് യാത്ര തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ അത് എ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. എന്നിട്ട് അവിടുന്ന് കാറ് സ്റ്റാർട്ട് ആക്കിയിട്ട് കണ്ട 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് എവിടെ എത്തി? ബിയിലെത്തി. പിന്നെ പിന്നെ കാണുന്ന 4 സെക്കൻഡ്. 4 സെക്കൻഡ് ആയി എന്ന് പറഞ്ഞാൽ വീണ്ടും എത്ര സെക്കൻഡ് എടുത്തു? 2 സെക്കൻഡ്. അപ്പോ ബിയിൽ നിന്ന് വീണ്ടും 2 സെക്കൻഡ് എടുത്തു. അതാണ് 4 സെക്കൻഡ്. അങ്ങനെ വീണ്ടും ബിയിൽ നിന്ന് 2 സെക്കൻഡ് യാത്ര ചെയ്തപ്പോ എവിടെ എത്തി? സിയിലെത്തി. പിന്നെ ഡിയിലെത്താൻ എത്ര സെക്കൻഡ് എടുത്തു? 2. അതായത് മൊത്തം 6 സെക്കൻഡ്. സിയിൽ നിന്ന് ഡിയിലെത്താൻ 2 സെക്കൻഡ്. അതേപോലെ വീണ്ടും ഇയിലെത്താൻ എത്ര സെക്കൻഡ്? 2 സെക്കൻഡ്. വീണ്ടും ഇയിലെത്താനോ അല്ല എഫിലെത്താൻ 2 സെക്കൻഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ എയിൽ നിന്ന് ബിയിലേക്കുള്ള വരയുടെ നീളം നോക്കുക, ബിയിൽ നിന്ന് സിയിലേക്കുള്ള വരയുടെ നീളം നോക്കുക, സിയിൽ നിന്ന് ഡിയിലേക്കുള്ള വരയുടെ നീളം നോക്കുക. വരയുടെ നീളം ഒരേ നീളല്ലേ? കാണുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു ഒരേ നീളം. ആ അടിയിൽ ആ പെട്ടിക്കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്, അത് എയിൽ നിന്ന് ബിയിലേക്ക് 20 മീറ്ററാ. തൽക്കാലം പെട്ടിക്കള്ളിയുടെ കാര്യം നോക്കോട്ടെ, ഒരേ നീളല്ലേ അത്? അപ്പൊ ഒരേ നീളം, ഓരോ നീളവും അവിടെ യാത്ര ചെയ്തത് 2 സെക്കൻഡ് 2 സെക്കൻഡ് 2 സെക്കൻഡ് വീതം എടുത്തിട്ടാ അല്ലേ? അപ്പോൾ ഈ യാത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിഫോം സ്പീഡ്. എന്നിട്ടാ യൂണിഫോം സ്പീഡ്. ആ യൂണിഫോം സ്പീഡ് സംഖ്യാരൂപത്തിൽ ഇതാ താഴത്ത് പറഞ്ഞിട്ടുണ്ട് ആ പെട്ടിക്കള്ളിയിൽ. ഇനി ആ പെട്ടിക്കള്ളിയിലേക്ക് പോവാ. എയിൽ നിന്ന് ബിയിലേക്ക് 20, ടൈം എടുത്തത് 2 സെക്കൻഡ്. അപ്പൊ സ്പീഡ് എത്രയാ? അതായത് 2 സെക്കൻഡ് കൊണ്ട് 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ. അപ്പൊ ഒരു സെക്കൻഡിൽ എത്രയാ? 10. അതാണ് 20/2 ആണ് ആ 10. കണ്ടാ? അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര സെക്കൻഡാ പറയൂ? 2 അല്ലേ? ബിയിൽ നിന്ന് സിയിലേക്ക് 2 സെക്കൻഡ് ദൂരോ 20 മീറ്റർ. അപ്പൊ അതിന്റെ നേരെയും എത്ര വരും? അത് എഴുതിക്കോട്ടാ. അതിന്റെ നേരെ എത്ര വരും? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അതേപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് 20 മീറ്റർ 2 സെക്കൻഡ്. ആണോ? വീണ്ടും 20 മീറ്റർ 2 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. വീണ്ടും 20 മീറ്റർ 2 സെക്കൻഡ്. അപ്പോ എല്ലാം 10 മീറ്റർ പെർ സെക്കൻഡാ. എല്ലാ കോളവും 10 സെക്കൻഡാ. ശരിയല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് യൂണിഫോം സ്പീഡ്. അങ്ങനെ എല്ലാതും ആ കാറ് എ മുതൽ എഫ് വരെ എത്താൻ എല്ലാ ദൂരങ്ങളും ഒരേ സമയം കൊണ്ടാണ് കവർ ചെയ്തത് എങ്കിൽ അതെന്തായി? ഇനി ഇതിന്റെ അടിയിലത്തെ വര നോക്കുക. ഇവിടെ കാണുമ്പോ തന്നെ മനസ്സിലായില്ലേ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ അല്ലേ? അതെന്താ കാരണം എന്ന് വെച്ചാൽ അതെങ്ങനെയാ അത് കാര്യം പറയാ. ഇവിടെ നേരത്തെ പോലെ 0 നിന്ന് എയിൽ നിന്ന് ബിയിലെത്താൻ 2 സെക്കൻഡ് തന്നെയാ. ബിയിൽ നിന്ന് സിയിലെത്താനും 2 സെക്കൻഡ് തന്നെയാ. സിയിൽ നിന്ന് ഡിയിലെത്താനും 2 സെക്കൻഡ് തന്നെ. ഡിയിൽ നിന്ന് ഇയിലെത്താനും 2 സെക്കൻഡ് തന്നെ. ഇയിൽ നിന്ന് എഫിലെത്താനും 2 സെക്കൻഡ് തന്നെ. പക്ഷെ എന്താ വ്യത്യാസം? ഡിസ്റ്റൻസ് വ്യത്യാസം വന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരമല്ല ബിയിൽ നിന്ന് സിയിലേക്ക് അല്ലെ? ആ ദൂരം വീണ്ടും സിയിൽ നിന്ന് ഡിയിലേക്ക് മാറി. വീണ്ടും ഡിയിൽ നിന്ന് ഇയിലേക്ക് വന്നപ്പോ കൂടി. വീണ്ടും ഇയിൽ നിന്ന് എഫിലേക്ക് വന്നപ്പോ കുറഞ്ഞു. കണ്ടാ? ഇവിടെ ഈ കാറിന് വല്ല വ്യവസ്ഥയുണ്ടാ? ഈ കാറിന് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല. അങ്ങനത്തെ ഒരു കാറാണ്. അപ്പോ ഇവിടെ നമ്മള് ഇതിനെ പറയും നോൺ യൂണിഫോം. ആദ്യത്തെ 2 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ ഓടി. പിന്നത്തെ 2 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ഓടി? 15 മീറ്റർ ആണ് ഓടിയത് അല്ലെ? 5 20 ആവുക എന്ന് പറഞ്ഞ 15 മീറ്റർ അല്ലേ? പിന്നത്തെ 2 സെക്കൻഡ് കൊണ്ടോ 6 മീറ്റർ. പിന്നത്തെ 2 സെക്കൻഡ് കൊണ്ടോ അതായത് 26-ൽ നിന്ന് 44-ലെത്തി എന്ന് പറഞ്ഞാൽ 18 അല്ലെ? 26-ൽ നിന്നും എത്ര എത്തി?
44-ലെത്തി. ആ അപ്പോ 18. പിന്നെയോ പിന്നെ അടുത്ത 2 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ഓടിയത്? അതായത് 50 മീറ്റർ എത്താൻ എത്ര? 44 50 എത്താൻ 6 മീറ്റർ. ശരിയല്ലേ? അപ്പോ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഓടിയ ദൂരം ബൈ സെക്കൻഡ്, അതായത് ആദ്യത്തെ 5 മീറ്റർ 5. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര? 5ന്റെ പകുതി 2.5 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? പിന്നത്തെ 15 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര? 7.5 മീറ്റർ. ശരിയല്ലേ? പിന്നത്തെ എത്രയാ? സിയിൽ നിന്ന് ഡിയിലേക്ക് എത്ര മീറ്ററാ? 3 മീറ്റർ. 2 സെക്കൻഡ് കൊണ്ട് 3 മീറ്റർ. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ? സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ? 3. എങ്ങനെയാ അത്? സോറി എനിക്ക് തെറ്റിയത്. 6 തന്നെയാണോ? 20 26. ശരി 6. അപ്പൊ എത്ര വരെ? 3. പിന്നെയോ? പിന്നെയോ 9 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ 18 അല്ലെ? 18 ബൈ പിന്നത്തെയോ പിന്നെ പറഞ്ഞത് 44-ൽ നിന്ന് 50 ആവാൻ വീണ്ടും 6 മീറ്റർ. അപ്പൊ വീണ്ടും എത്രയാ? 3 അല്ലെ മീറ്റർ. ശരിയല്ലേ? ഓക്കെ. ഇനി എന്താ ഇവിടെ പറഞ്ഞുള്ളത്? ആദ്യത്തേല് നോക്കൂട്ടാ, മോളിലത്തെ വാചകം നോക്കൂട്ടാ. ഡു യു തിങ്ക് ദാറ്റ് the distance traveled by the car in equal intervals is the same? ചോദ്യാണ്. ആ ചിത്രം, മുകളിലത്തെ ചോദ്യം കണ്ടാ? മുകളിലത്തെ ചിത്രം കണ്ടിട്ടാ പറയണത്. മുകളിലത്തെ ചിത്രത്തിന്റെ അല്ലേ? നിങ്ങളോട് ചോദിക്കുന്നത് ഈ കാർ ഈക്വൽ ഡിസ്റ്റൻസിലാണോ, ഇന്റർവെല്ലില് ഈക്വൽ സെയിം ദൂരാണോ പോയത്? അതെ. ഇഫ് സോ ഈസ് ഇൻ ദ കാർ ഇൻ യൂണിഫോം മോഷൻ. അപ്പൊ എന്താ യൂണിഫോം മോഷൻ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. വാട്ട് ഈസ് യൂണിഫോം മോഷൻ? എന്തുട്ടാ? if എന്താ? the car traveled equal distance in equal interval. equal distance in equal interval, അതാണ് എന്തുട്ടാ? യൂണിഫോം സ്പീഡ് അല്ലേ? ഇനി in such a situation we say uniform speed. അപ്പോ ഇനി the distance traveled by car and time taken for it is recorded. ഈ ചിത്രം ഇപ്പൊ നമ്മൾ ചെയ്തത് കണ്ടാ? ഹലോ, ഈസ് ഇൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ഡിഫറന്റ് ഹിയർ. ഇവിടെ ടൈം വ്യത്യാസം ഇല്ലേ എന്നാണ് ചോദ്യം. വ്യത്യാസമില്ലേ? ഉണ്ട്. ഇഫ് സോ ദ മോഷൻ ഈസ് സ്പീഡ് ഓഫ് ദ കാർ യൂണിഫോം ഓർ നോൺ യൂണിഫോം. എന്താണ് ഇത്? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? ഇനി എന്താണ് നോൺ യൂണിഫോം, എന്താണ് യൂണിഫോം എന്നതാ ഇവിടെ താഴത്തൊരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു. If a body in motion covers equal distance in equal intervals of time, the body is said to have uniform speed. അല്ലേ? Equal distance in equal intervals of time. എങ്ങനെ? Equal distance in equal intervals of time. അപ്പൊ അതിനെന്തെന്ന് പറയുന്നു? യൂണിഫോം സ്പീഡ്. അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാട്ടോ. അത് ഞാൻ ചോദിക്കാം. അതുപോലെ വാട്ട് ഈസ് നോൺ യൂണിഫോം? അതിന്റെ അടിയിൽ എഴുതുന്നുണ്ട്. ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ദ ബോഡി ഈസ് സെഡ് ടു ഹാവ് ആൻ നോൺ യൂണിഫോം സ്പീഡ്. എടാ, അപ്പൊ ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതേപ്പോ ഇത്രയും നമ്മൾ പഠിച്ചിട്ട് ആകെ ഈ ഒരു ഒറ്റ ബോക്സാ പഠിക്കാനുള്ളൂ. കണ്ടാ? ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കല. അപ്പൊ ഇത് പഠിക്കണം. ഇത് പഠിക്കാതെ വിടരുത് കേട്ടാ. ഇതാ പഠിക്കലാണ് നമ്മുടെ പണി. ഇനി വീണ്ടും a child watching the speedometer of a vehicle realized that the meter was displaying different speed at a different time. How can the speed of vehicle can be determined? അതായത് നമ്മള് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാറ്, ഈ യൂണിഫോമും നോൺ യൂണിഫോമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത് കാറിൽ പോകുന്ന കഥ പറഞ്ഞിട്ടാ അല്ലേ? അപ്പോ ആ കാറില് നമ്മൾ പോകുമ്പോ വീട്ടിൽ നിന്ന്, കാറിലല്ല, ഞാൻ ബസ്സിൽ പോകും, കാറിൽ പോകുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊടുങ്ങല്ലൂര് വരെ ഒരേ സ്പീഡിൽ പോയി.
ഡ്രൈവർ ഗിയറൊന്നും മാറ്റുന്നേ ഇല്ല, ഇയാള് വിട്ട വഴിക്ക് അങ്ങനെ പോയി, സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ പിടിയാലെ പോയി. നേരെ മറിച്ച് ബസ്സിലാണെങ്കിലോ, ബസ്സിൽ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, അപ്പോ ഇടയ്ക്കിടയ്ക്ക് സ്പീഡിൽ വ്യത്യാസം വരില്ലേ? അപ്പോ നമുക്ക് ഈ ബസ്സിന്റെ മീറ്റർ സൂചിയിൽ നോക്കിയാൽ ബസ്സിന്റെ മീറ്റർ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കുറയും, ഇടയ്ക്ക് കൂടും, അല്ലേ? ശരിയല്ലേ? അപ്പോ അതായത് വ്യത്യസ്ത സ്പീഡാ കാണിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത സ്പീഡ് കാണിക്കുമ്പോൾ അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? നോൺ യൂണിഫോം. അപ്പൊ നോൺ യൂണിഫോം സ്പീഡാണ്. അപ്പൊ നോൺ യൂണിഫോം സ്പീഡിലാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഇവിടുന്ന് പുറപ്പെട്ടു, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അപ്പൊ നമ്മൾ എത്ര വേഗത്തിൽ പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ എത്ര ദൂരം നമ്മൾ പോയി. നമ്മൾ മീറ്റർ സൂചിയിലത്തെ കാര്യം നോക്കില്ല, വണ്ടിയുടെ മീറ്റർ സൂചിയിൽ നോക്കില്ല. നമ്മൾ പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് പുറപ്പെട്ടത് എത്ര മണിക്ക്, അവിടെ എത്തിയത് എത്ര മണിക്ക്. അപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടത് 10 മണിക്ക്, അവിടെ എത്തിയത് 12 മണിക്ക്. അപ്പൊ എത്ര മണിക്കൂർ എടുത്തു അങ്ങോട്ട്? 2 മണിക്കൂർ. ഇനി അവിടേക്ക് എത്ര ദൂരം എടുത്തു? 100 കിലോമീറ്റർ എടുത്തു. എത്ര ദൂരം എടുത്തു? അപ്പോ നമ്മള് സ്പീഡ് മീറ്റർ സൂചിയിൽ നോക്കിയിട്ടൊന്നല്ല, നമ്മൾ പറയും ഞങ്ങള് 10 മണിക്ക് പുറപ്പെട്ടു, ഞങ്ങള് 12 മണിക്ക് എത്തി, ഞങ്ങള് 100 കിലോമീറ്റർ ഓടി, അതായത് വണ്ടിയിൽ യാത്ര ചെയ്തു. അപ്പൊ ഞങ്ങളുടെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ 100/2 50 കിലോമീറ്റർ പെർ സ്പീഡ്. കേട്ടോ? അതായത് എന്താ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ ആകെ എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു, ആകെ എത്ര സമയം കൊണ്ട് അതിനെ ആകെ സമയം കൊണ്ട് ഹരിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആകെ ദൂരത്തിനെ അതന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. എന്താ ചെയ്യാ നമ്മള്? ബൈ അതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയാം. അപ്പൊ അതിനെ പറയുന്ന പേരെന്താ? അതെന്ത് ഈ ആവറേജ് സ്പീഡ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഈ കാറിൽ പോകുമ്പോ ഏകദേശം, അതായത് കാറിൽ പോകുമ്പോ യൂണിഫോം സ്പീഡിലാണോ പോവാ കാറും ബസ്സൊക്കെ? അല്ല, കാർ ഇടയ്ക്ക് സ്പീഡ് കൂടും ഇടയ്ക്ക് കുറയും, അല്ലേ? അങ്ങനെ സ്പീഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോ യൂണിഫോം സ്പീഡ് അല്ല. അപ്പൊ ശരിക്കുള്ള സ്പീഡ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കുറവിൽ പോയത് അല്ല, ഏറ്റവും കൂടിയതിൽ പോയതും അല്ല, ആണോ? ശരിക്കും കാറിൽ പോകുമ്പോൾ നമ്മുടെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്പീഡാണോ നമ്മൾ പറയുക? ഏറ്റവും കൂടിയ സ്പീഡാണോ പറയുക? അല്ല. അതാണ് ആവറേജ്. അപ്പൊ പിന്നെ നമ്മൾ പറയണത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയണത് കാറിന്റെ സ്പീഡ് മീറ്ററിൽ നമ്മൾ നോക്കുന്നില്ല, അല്ലെ എത്ര സമയം എടുത്തു, ആ സമയം കൊണ്ട് എത്ര ദൂരം പോയി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? എത്ര സമയം എടുത്തു, അതിന് എത്ര ദൂരം സഞ്ചരിച്ചു, അതുകൊണ്ട് നമ്മൾ ഹരിക്കും. ദൂരത്തിന് സമയം കൊണ്ട് ഹരിക്കും. ഇതാണ് ആവറേജ് സ്പീഡ്. അപ്പോ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും നിങ്ങൾക്ക് മനസ്സിലായി, അതിൽ സംശയമില്ലല്ലോ? ഇനി ഇതേപോലെ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും ഉണ്ട്. അപ്പോ യൂണിഫോം സ്പീഡ് പറയുന്നത് പോലെ തന്നെയാണ് യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം സ്പീഡ് പറയുന്നത് പോലെ തന്നെയാണ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പൊ പിന്നെ എന്തിനാ പേര് മാറ്റണത്? എന്താ പേര് മാറാനുള്ള കാരണം? പിന്നെ എന്താ തമ്മിലുള്ള വ്യത്യാസം? സ്പീഡ് എന്ന് പറയുമ്പോ അവിടെ സഞ്ചരിക്കുന്ന ദൂരം അഥവാ ഡിസ്റ്റൻസ്, പോയ വഴികളെല്ലാം നടന്നളക്കും നമ്മള്, അല്ലേ? വളഞ്ഞു തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വളവും തിരിവും ഒക്കെ നമ്മൾ അളക്കും, അല്ലേ? എന്നാൽ വെലോസിറ്റിക്ക് എന്താ പ്രത്യേകത? ഡിസ്പ്ലേസ്മെന്റ്. വളവും തിരിവും നമ്മൾ എടുക്കില്ല, സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക. അതാണ് വ്യത്യാസം. അപ്പോ ഡീറ്റെയിൽസ് ഓഫ് ജേർണി ഓഫ് 3 cars ആർ ഗിവൻ ബിലോ. ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താ ഈ കഥ. കാർ എ traveled 500 meter along a straight line. എ എന്ന് പറയുന്ന കാറ് 500 മീറ്റർ ദൂരം പോവാണ്. എങ്ങനെ പോണത്? നേരെ പോണു,
വളവും തിരിവൊന്നും ഇല്ലാതെ നേരെ മനസ്സിൽ കാണണ്ട പോണത്. നേരെ പോണൂട്ടാ. കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഈ കാറ് ഇപ്പൊ വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ കണ്ട കാർ തന്നെ എടുക്കാം. കണ്ടാ, ഈ കാറ് നേരെയല്ലേ ഇപ്പൊ നമ്മുടെ മുൻപിൽ, ഇത് നേരെ പോണ റോഡല്ലേ ഇപ്പൊ ഇത്. അപ്പൊ ഈ കാർ തന്നെ എടുക്കാം. അപ്പൊ ഇത് പോണത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈക്വൽ. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ ഈ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഇത് എടുക്കാൻ പറ്റില്ല. അത് എന്താ കാരണം? ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണോ ഈക്വൽ ടൈമില്? അല്ല. അപ്പോ നോക്ക, എ കാർ ട്രാവൽഡ് 500 meter along a straight line. The car covered equal distance in equal interval of time. Car B traveled 500 meter along a straight line. ഇനി ബി എന്ന് പറയുന്ന കാറ് 500 meter നീളത്തില് സ്ട്രേറ്റ് ലൈനിൽ പോണു. ഈ കാറോ the distance covered by the car unequal in equal interval of time. അത് ഈ കാറിന്റെ കാര്യം പറഞ്ഞു. മനസ്സിലായ? ഇതിപ്പോ നമ്മുടെ കണ്ണിന്റെ മുൻപില്, നമ്മുടെ കാഴ്ചവട്ടത്ത് ഇതിപ്പോ ഒരു റോഡാണെങ്കിൽ നേരെയുള്ള റോഡല്ലേ, വളവും തിരിവൊന്നും ഇല്ലാത്ത റോഡല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ കാറ് പോയിട്ടുള്ളത് അൺഈക്വൽ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കാറും തന്നെ നമുക്ക് എടുക്കാം. അതിന് ഇനിയിപ്പോ വേറെ കാറ് വേണ്ട. ശരിയല്ലേ പറഞ്ഞത്? കാരണം റോഡ് സ്ട്രൈറ്റ് ആയ കാർ കൊണ്ട് നമുക്ക് അതന്നെ എടുക്കാം. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ദ കാർ ട്രാവൽഡ് 500 meter along the circular path. നേരെ മറിച്ച് സി എന്ന് പറയുന്ന കാറ് കണ്ട, കാർ സി, ആ കാറ് എങ്ങനെയാ? അത് നമ്മളൊന്ന് വേണമെങ്കിൽ വരയ്ക്കാം. ആ കാറ് 500 meter തന്നെ. അപ്പൊ 3 കാറും 500 meter ആട്ടാ. പക്ഷെ സി എന്ന് പറയുന്ന കാറ് 500 meter ഒരു സർക്കുലർ പാത്തിലാണ് വരച്ചത്. എന്താ സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ? വട്ടത്തിൽ. ഇതാ കണ്ട, ഞാൻ അതേ വരച്ചു. ബോർഡ് കാണാണ് അതിക്ക്. വട്ടത്തിലുള്ള, അതായത് കാറ് ഇപ്പൊ ഇത് എ ആണെങ്കിൽ ബി സി ഡി ഇ എഫ് കഴിഞ്ഞിട്ട് വീണ്ടും എവിടേക്ക് തന്നെ എത്തി? കണ്ട, അങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ 500 meter തന്നെയാട്ടാ ദൂരം. 500 meter തന്നെയാണ് ഇവിടെയും ദൂരം. അപ്പോ അതാണ് സി എന്ന് പറയുന്ന കാറിന്റെ പ്രത്യേകത. The car covered equal distance in equal intervals of time. ഇവിടെയും കാർ ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയാണ് കവർ ചെയ്തത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എടുത്ത അതേ സമയം തന്നെ ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് ഇയിലേക്ക്, ഇയിൽ നിന്ന് എഫിലേക്ക്, അങ്ങനെ എടുത്തു. ഇനി നമ്മളോട് ചില ചോദ്യങ്ങൾ തന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാനാ പറഞ്ഞത്. അനലൈസ് ദീസ് and write down answers to the following questions. നോക്കുക, is the velocity of car A the same in each second? A എന്ന് പറയുന്ന കാറിന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും സെയിം ആണോ? Why? വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം അല്ലേ? അവര് നമ്മൾ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഇൻ അല്ലേ, കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തുല്യ ദൂരം തുല്യ സമയം, തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം. അപ്പോ സംശയിക്കേണ്ട. എന്താ? കാറെ ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്തത് തുല്യ ദൂരം തന്നെയാണ്. ഓക്കെ. ഇനി is the velocity of car B the same in each second? No. എന്താ കാരണം? അതാണ് അല്ലേ, the distance covered by car is unequal in equal intervals of time. സമയം തുല്യമായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ സഞ്ചരിച്ച ദൂരം തുല്യമാണോ? അല്ല. അപ്പോ നോക്കുക, ആദ്യത്തെ കേസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്, ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. അപ്പോ അതെന്താ ഇതിന്റെ ഇടയിൽ ഇപ്പൊ കൊണ്ടുപോയി പറഞ്ഞിരിക്കണം? അപ്പോ ഡയറക്ഷൻ ഓഫ് മോഷൻ, അതിന്റെ ഇടയിൽ അതവിടെ നിൽക്കട്ടെ കേട്ടാ, ആ ഇടയിലുള്ള ബോക്സ് വേണ്ട. അത് മനസ്സിലായല്ലോ. അപ്പൊ അത് അൺഈക്വൽ ആണ്. ഇനി
മാഷ് പറയട്ടെ. അപ്പോ ഇവിടെ ഒരു ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ എ എന്ന് പറയുന്നത് എന്ത് വെലോസിറ്റി ആകുന്നേ? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? യൂണിഫോം. ബി എന്ന് പറയുന്നതോ? ഇനി സി ഒന്ന് പരിശോധിക്കട്ടെ. സി എന്താ പറയണത്? ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ സി സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? കാറിന്റെ സി എന്ന് പറയുന്ന കാറിന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും സെയിം ആണോ? എന്താണ് വെലോസിറ്റി? അപ്പൊ വെലോസിറ്റി ഒന്നുകൂടി നോക്കാം. എന്താ വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ടൈം. ഒരു മിനിറ്റ് കേട്ടാ, ഒരു മിനിറ്റ്. മാഷ് ഒരു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാട്ടാ. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ ബി പറഞ്ഞു. എന്താണ് സെയിം ആണോ എന്ന് ചോദിച്ചു, അപ്പോ അതേ എന്ന് പറഞ്ഞു. ബിയുടെ അതേസമയം സെയിം ആണോ എന്ന് ചോദിച്ചു, അപ്പോ അല്ല എന്ന് പറഞ്ഞു. ഇനി സിയുടെ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് ഡിസ്റ്റൻസ്, ഓരോ ഡിസ്റ്റൻസിലും വെലോസിറ്റി സെയിം ആണോ എന്നാണ് ചോദ്യം. ഇവിടെ സി എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യണത് ഏത് രീതിയിലാ? സി ട്രാവൽ ചെയ്യണത് സർക്കുലർ പാത്തായിട്ടാ നമ്മൾ വരച്ചു അത് അല്ലെ? അപ്പോ സർക്കുലർ പാത്തിലാണ് ഇത് ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. അപ്പോ ഇത് ഓരോ സെക്കൻഡിലും ഇത് യാത്ര ചെയ്യുമ്പോ നേരല്ല പോണത്, വളഞ്ഞിട്ടാ പോണത് അല്ലേ? അപ്പൊ ഒരു സെക്കൻഡിൽ ഇത് പോകുന്ന ആ ദൂരം ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് വളഞ്ഞിട്ട് ഇങ്ങനെ പോയി ഒരു സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞു. അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈൻ പിടിക്കുമ്പോ ഇങ്ങനെ വരിക, ശരിയല്ലേ? പിന്നെ അടുത്ത സ്ട്രെയിറ്റ് ലൈൻ പിടിക്കുമ്പോ ഇങ്ങനെ വരിക, അല്ല പിന്നെ അടുത്ത സ്ട്രെയിറ്റ് ലൈൻ പിടിക്കുമ്പോ ശ്രദ്ധിക്കുക എങ്ങനെ വരിക? അത് ബോർഡ് വലുതാക്കാം. ഒരു മിനിറ്റ് കേട്ടാ. അടുത്ത സെക്കൻഡില് നമ്മൾ ഇതാ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം പറയുമ്പോ അതൊരു പക്ഷേ നോക്ക, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എടുത്തതും സെയിം ആണ്, സമയവും സെയിം ആണ്, ശരിയല്ലേ? പക്ഷേ ഇവിടുന്ന് ഇവിടെ ഉള്ളത് ആദ്യം എടുത്തു, പിന്നെ ഇങ്ങനെ വളഞ്ഞിങ്ങോട്ട് പോയി. അപ്പോ നമ്മള് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുക്കുമ്പോ ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ലേ? ഇവിടുന്നുള്ള എടുക്കുമ്പോ ഇങ്ങനെയല്ലേ വരിക? ടോട്ടൽ എടുക്കുമ്പോ അല്ലേ? ടോട്ടൽ എടുക്കുമ്പോ അപ്പൊ ഇത് മാറ്റാം. ടോട്ടൽ എടുക്കുമ്പോ ഇങ്ങനെയല്ലേ വരിക? അപ്പോ ശ്രദ്ധിക്കൂ, ഇവിടുന്ന് ഇവിടേക്ക് ഇങ്ങനെ വളഞ്ഞിട്ട് 2 സെക്കൻഡ് കൊണ്ടെത്തി, ഇവിടുന്ന് ഇവിടേക്ക് 2 സെക്കൻഡ് കൊണ്ടെത്തി. എത്ര ദൂരം എത്തി? സപ്പോസ് ഒരു 20 മീറ്റർ. എത്ര ദൂരം? അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും 2 സെക്കൻഡ് കൊണ്ടെത്തി. എത്ര മീറ്റർ? 20 മീറ്റർ. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്താൻ എത്ര സമയം എടുത്തു? 4 സെക്കൻഡ്. പക്ഷെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാ? 40 മീറ്റർ ആണോ? കുറവല്ലേ? അത് കുറവല്ലേ? അപ്പൊ ആദ്യം ഇതിന്റെ വെലോസിറ്റി എന്താന്ന് ചോദിച്ചാൽ 20/2 ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ ഇതിന്റെ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ദൂരം അളക്കുക നമ്മൾ, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ഇവിടെ എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് നമ്മൾ എടുക്കുമ്പോൾ ഇത് എന്തായാലും 20 ഇല്ല, ഉറപ്പല്ലേ? അപ്പൊ വേണമെങ്കിൽ നമുക്കൊരു 18 പിടിച്ചോ. അതായത് ഇത് A to B, ഇത് അതേസമയം A to CO
എ ടു സി എടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു 18 പിടിക്കാം. 18 സോറി 18 ഒരു 36 പിടിച്ചോ വേണമെങ്കിൽ. ഒരു 36/2 എന്ന് പറയുമ്പോ എത്ര വന്നു? 18 സെക്കൻഡിൽ എടുത്തോളൂ. 18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഈ രണ്ട് വെലോസിറ്റിയും സെയിം ആണോ? അല്ല. ഇനി ദാ ഇവിടുന്ന് ഡിയിലേക്ക് എത്തുമ്പോഴോ? അപ്പൊ സിയിൽ നിന്ന് ഡിയിലേക്ക് വീണ്ടും 20 മീറ്റർ തന്നെ കേട്ടാ, 2 സെക്കൻഡ് തന്നെ. പക്ഷേ നല്ല ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോ ഇത് 20 20 60 ഉണ്ട്. പക്ഷെ ഇത് 60 ഉണ്ടാ? ഇല്ല. വേണമെങ്കിൽ ഒരു 40 കൂട്ടിക്കോ. 40/2 എത്ര വരും? 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ആ ഇനി വീണ്ടും ഈയിലേക്ക് വരുമ്പോഴോ നമ്മളിങ്ങനെ വളഞ്ഞു വരുമ്പോ ഒക്കെ 80 ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ വീണ്ടും നീളം കുറഞ്ഞില്ലേ? 36ലേക്ക് ചുരുങ്ങി അല്ലേ? വീണ്ടും എഫിലേക്ക് വരുമ്പോ ഒന്നുകൂടി ചുരുങ്ങിയില്ലേ? 20 മീറ്റർ അല്ലെങ്കിൽ 20 ഇല്ല. അങ്ങനെ നേരെ എടുക്കുമ്പോ 20 വരില്ല. നേരെ എടുക്കുമ്പോ 18 വരുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു 9 അല്ലെ? ഇവിടെ വളഞ്ഞു വരുമ്പോഴല്ലേ 20. അപ്പൊ ഇവിടെ വീണ്ടും എത്രയാ? 9. ശരിയല്ലേ? വീണ്ടും അവസാനം എന്താ കറങ്ങിയിട്ട് എവിടേക്ക് തന്നെ എത്തിയത്? ഏലന്നെയല്ലേ എത്തിയത്? കറങ്ങിയിട്ട് ഏലന്നെയല്ലേ എത്തിയത്? അപ്പൊ അവിടെ എന്താ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ 0 അല്ലേ? 0/2 അല്ലേ? അപ്പൊ അവിടെ വെലോസിറ്റി എല്ലാത്തിലും സെയിം ആണോ? അല്ല. അപ്പോ ഒരേ വേഗത്തിലാണ് കാറ് പോയത്. കാറിന്റെ ബ്രേക്കുമേ ഡ്രൈവർ ചവിട്ടുന്നില്ല, ആക്സിലേറ്ററുമേ കാറ് ഒരേ വേഗത്തിൽ ഇങ്ങനെ ചവിട്ടി മുന്നോട്ട് പോവുക. പക്ഷെ യൂണിഫോം വെലോസിറ്റി ആണോ ഇവിടെ? യൂണിഫോം വെലോസിറ്റി ആണോ ഇവിടെ സംഭവിച്ചത്, കിട്ടിയത്? പറയൂ. ഇവിടെ നമുക്കിത് കിട്ടിയത് യൂണിഫോം വെലോസിറ്റി ആണോ? കാർ ഇങ്ങനെ പോയപ്പോ അല്ല. വെലോസിറ്റി എന്തായി? നോൺ യൂണിഫോം ആയി. അപ്പോ ഇത് കാർ ഒരേ വേഗതയിൽ തന്നെ പോയി, പക്ഷേ വെലോസിറ്റി നോൺ യൂണിഫോം ആണ്. എന്തുകൊണ്ട് വെലോസിറ്റി നോൺ യൂണിഫോം ആയി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്നായിരിക്കും പറയാ? നിങ്ങൾ എന്നാ പറയാ? ഇത് നോ ഡയറക്ഷൻ, അതന്നെ കാരണം. അല്ലെങ്കിൽ ഇത് സർക്കുലർ പാത്തിൽ, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച്, അങ്ങനെയാണ് പറയാ അല്ലേ? ഡയറക്ഷൻ ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടി ഒന്നുകൂടി നല്ലത് ഡയറക്ഷൻ ചേഞ്ചസ് അല്ലേ? ഡയറക്ഷൻ എന്ത് വരുന്നു? ചേഞ്ച് ആവുന്നു. ഡയറക്ഷൻ ചേഞ്ച് ആവുമ്പോൾ വെലോസിറ്റിയും ചേഞ്ച് ആവും. എന്താ നമ്മൾ പഠിക്കുന്ന കാര്യം? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ശരിക്ക് പറയട്ടാ. ഡയറക്ഷൻ ചേഞ്ച് ആവുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ആവും. അതായത് വെൻ ഡയറക്ഷൻ ചേഞ്ചസ്, അല്ലെങ്കിൽ എന്താ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്, ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. കണ്ടാ? നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയാൽ കാണാം ആ വാചകം. കണ്ടാ? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. ഇത് നമ്മൾ പഠിച്ചതാ. അതുകൊണ്ട് സി എന്ന് പറയുന്ന കാറില് ഓരോ സെക്കൻഡിലും വെലോസിറ്റി സെയിം ആണോ? അല്ല. ഓരോ സെക്കൻഡിലും വെലോസിറ്റി മാറി മാറി വരുന്നു. കാരണം ഡയറക്ഷൻ ചേഞ്ചസ്. എന്താ കാരണം? അപ്പൊ അത് പഠിക്കട്ടെ, ആ ബോക്സ് പഠിക്കുക. ഇനി ഇതാ ഇവിടെ ഒരു കാര്യം പറയുന്നു. The body has uniform velocity if it covers equal displacement in the same direction in equal intervals of time. ഒരു ബോഡിക്ക് എന്താ യൂണിഫോം വെലോസിറ്റി ഉണ്ട് if it covers equal displacement. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുകയാണ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതേ ഡയറക്ഷനിൽ തന്നെ. എങ്ങനെ? ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. നോക്കട്ടാ. അപ്പോ യൂണിഫോം വെലോസിറ്റി എന്താണെന്നാ പറയണത്? എന്താ യൂണിഫോം വെലോസിറ്റി? ആസ് എ യൂണിഫോം വെലോസിറ്റി if it covers equal displacement in സെയിം. 2 പോയിന്റ് ശ്രദ്ധിക്കണം. എന്തൊക്കെയാ 2 പോയിന്റ്? ഒന്ന് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം.
പിന്നെയോ ഇൻ സെയിം ഡയറക്ഷൻ ആവണം. ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. 3 കാര്യങ്ങൾ അല്ലേ? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്, പിന്നെയോ സെയിം ഡയറക്ഷൻ, ഇൻ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായ? അപ്പോ ഈ പട്ടിക നമുക്കൊന്ന് അപ്പൊ ഈ either speed or direction changes, velocity is non-uniform. അപ്പൊ വെലോസിറ്റി യൂണിഫോം ആവണമെങ്കിൽ 2 കാര്യങ്ങൾ കറക്റ്റ് ആവണം എന്ന് പറയുന്നു. എന്തൊക്കെയാ? ഒന്ന് സ്പീഡ് സെയിം ആവണം, ഡയറക്ഷൻ സെയിം ആവണം. ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ വെലോസിറ്റി എന്ത് വെലോസിറ്റി ആയി? നോൺ വെലോസിറ്റി. നിക്കാറെ നോക്കൂ, യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? എന്താ കാരണം? neither the magnitude nor the direction changes. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നില്ല, ഡയറക്ഷനും ചേഞ്ച് ആവുന്നില്ല. എന്താ കാരണം? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നില്ല, ഡയറക്ഷനും ചേഞ്ച് ആവുന്നില്ല. ശരിയല്ലേ? ഓക്കെ. കാർബിയോ നോൺ യൂണിഫോം വെലോസിറ്റി. എന്താ കാരണം? എന്ത് ചേഞ്ച് ആവും? ഒന്നുകൂടി പറഞ്ഞ കേട്ടില്ല ഞാൻ. മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച്, ഡയറക്ഷൻ ചേഞ്ച് ആയിണ്ടാ? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയി, ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടില്ല. ബിയുടെ നേരിഞ്ഞ് പോണത് സെയിം ഡയറക്ഷനാ. പക്ഷെ അവിടെ എന്താ കുഴപ്പമുണ്ടായത്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച്ഡ്. അപ്പൊ അത് നിങ്ങൾ എഴുതണം അവിടെ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച്ഡ്, നോൺ യൂണിഫോം. അതേസമയം കാർ സിക്ക് എന്ത് പറ്റി? അതന്നെ. കാർ സി യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? എന്തുകൊണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ആയി. ഓക്കെ. ഇനി you might have learned to distinguish uniform velocity and non-uniform velocity. അപ്പൊ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. സംശയമൊന്നുമില്ലല്ലോ അതില്? അത് താരതമ്യം ചെയ്യാനും വ്യത്യാസം പറയാനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടില്ലേ? കിട്ടില്ലേ? പറയൂ, കിട്ടില്ലേ? കേട്ടോ? ഉറപ്പിച്ച് പറയാ, ഉറപ്പിച്ചങ്ങോട്ട് പറയും. നോക്ക്. Now find out the example for bodies traveling in uniform as well as non-uniform velocity. യൂണിഫോം വെലോസിറ്റിക്കും നോൺ യൂണിഫോം വെലോസിറ്റിക്കും എക്സാമ്പിൾ പറയാൻ. എന്നിട്ട് അത് എന്താ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. നോക്കട്ടാ. യൂണിഫോം വെലോസിറ്റിക്ക് അവരൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. എന്തുട്ടാ? ലൈറ്റ് ട്രാവൽ ത്രൂ വാക്വം. അതായത് വായു ഇല്ലാത്ത സ്ഥലത്തു കൂടെ ടോർച്ച് അടിച്ചാൽ ആ പ്രകാശം കടന്നു പോകുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. പ്രകാശം വായു ഇല്ലാത്തടത്തു കൂടെ അടിച്ചാട്ടാ. അതെന്താ അങ്ങനെ പറയണതിന്റെ കാരണം? വെളിച്ചുള്ളടത്തിൽ എന്താ കുഴപ്പം? അല്ല, വെളിച്ചല്ല, വായുള്ളടത്തിൽ അടിച്ചാൽ വായുവിന്റെ തടസ്സം കാരണം സ്പീഡിന് എന്തുണ്ടാവാം? ഏറ്റക്കുറച്ചിലുണ്ടാവും. ഓക്കെ. ഇനി നോൺ യൂണിഫോം വെലോസിറ്റിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എന്താ? ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. എന്താ ഉദാഹരണം? അല്ലേ? അപ്പോ ആ ട്രെയിൻ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു യൂണിഫോം വെലോസിറ്റി വേണമെങ്കിൽ പറയാം. എങ്ങനെയാ? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങുന്ന സമയത്താണ് അതിന് നോൺ യൂണിഫോം. അതേപോലെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും നോൺ യൂണിഫോമാ. എന്നാൽ ട്രെയിൻ കുറെ ദൂരം ഓടിക്കഴിഞ്ഞാൽ അത് പിന്നെന്തിലാ പോവാ? അത് യൂണിഫോം വെലോസിറ്റി ഇല്ല, നേരെയാണ്. ട്രെയിനൊക്കെ നേരെ വേണണ്ടാ.
നോൺ യൂണിഫോമിന് ഇഷ്ടം പോലെ പറയാം. ബസിന്റെ യാത്ര പറഞ്ഞൂടെ? ആ. കാറിന്റെ യാത്ര പറഞ്ഞൂടെ? ആ, തേങ്ങയുടെ വീഴ്ച. അത് എന്തുട്ടാ? നോൺ യൂണിഫോം ആണോ യൂണിഫോം ആണോ? നോൺ യൂണിഫോം. കാരണം തേങ്ങ തെങ്ങുമെന്ന് പോരണ ആ വേഗത്തിലല്ല താഴത്തെത്തുക. വേഗത കൂടില്ലേ? എന്തവിടെ അല്ലേ? അപ്പോ നമ്മള് വെലോസിറ്റിയും സ്പീഡുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അടുത്തത് നമുക്ക് ഈ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. നാളെ നമുക്ക് ഈ സമയത്ത് തന്നെ എടുക്കാം കേട്ടോ. ഈ സമയം കുഴപ്പമില്ലല്ലോ.